ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിപഞ്ചികയുടെയും മകളുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കണമെന്ന ഹർജിയിൽ ഭർത്താവിനെ കക്ഷി ചേർക്കണമെന്ന് ഹൈക്കോടതി. വിപഞ്ചികയുടെ ബന്ധു സമർപ്പിച്ച ഹർജി കോടതി നാളെ പരിഗണിക്കാനായി മാറ്റി. ഭർത്താവിൻ്റെയും എംബസിയുടെയും നിലപാട് അറിയിക്കണമെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. മൃതദേഹങ്ങൾ ഷാർജയിൽ തന്നെ സംസ്കരിക്കുന്നതിന് വിപഞ്ചികയുടെ ഭർത്താവും നിതീഷും കുടുംബവും നീക്കം നടത്തുന്നതിനിടെയാണ് ബന്ധുക്കൾ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. വിപഞ്ചികയുടെയും മകളുടെയും മൃതദേഹം എത്രയും വേഗം ഇന്ത്യയിലെത്തിക്കാൻ നടപടിയുണ്ടാകണമെന്നും വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുമായിരുന്നു ഹർജിയിലെ ആവശ്യം. എന്നാൽ ഹർജി പരിഗണിച്ച കോടതി ഭർത്താവിനെ കക്ഷി ചേർക്കണമെന്ന് നിർദ്ദേശിച്ചു. മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഹൈക്കോടതിക്ക് എങ്ങനെ ഉത്തരവിടാനാകുമെന്ന് സിംഗിൾ ബെഞ്ച് ചോദിച്ചു. ഭർത്താവിനല്ലേ നിയമപരമായ അവകാശമെന്നും ഹൈക്കോടതി പരാമർശിച്ചു. ഭർത്താവിൻ്റെയും എംബസിയുടെയും നിലപാടറിയണമെന്ന് വ്യക്തമാക്കിയ കോടതി ഹർജി നാളെ പരിഗണിക്കാൻ മാറ്റി. വിപഞ്ചികയുടെയും മകൾ വൈഭവിയുടെയും മൃതദേഹം നിതീഷും കുടുംബവും ചേർന്ന് ഷാർജയിൽ സംസ്കരിക്കാൻ ശ്രമിച്ചത് ഇന്നലെ കോൺസുലേറ്റ് ഇടപെട്ട് തടഞ്ഞിരുന്നു. മരണം കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്നാണ് ബന്ധുക്കളുടെ നിലപാട്. മരണത്തിൽ അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഗാർഹിക പീഡനത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് വിപഞ്ചികയുടെ അമ്മയും സഹോദരനും ഷാർജ പോലീസിനും പരാതി നൽകി. ഈ മാസം 9-നാണ് കൊല്ലം ചന്ദനത്തോപ്പ് രജിത ഭവനിൽ വിപഞ്ചിക, 1.5 വയസ്സുള്ള മകൾ വൈഭവി എന്നിവരെ ഷാർജ അൽ നഹ്ദയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൈരളി ന്യൂസ്, കൊച്ചി.